ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറന്ന് പോകുന്നത് നമ്മുടെ ഈ തൃശ്ശൂർക്കാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ക്രിസ്മസ് കൂട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നാശമായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനായിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടേക്ക് വന്നേക്കാണ്. ഇവിടെ വില കുറവിന് കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ. വില കുറവ് വെച്ചാൽ അത്യാവശ്യം വില കുറവ്. ആ കിടക്കുന്ന സാധനങ്ങൾക്കൊക്കെ അങ്ങനെ 30 രൂപ, ഒരെണ്ണത്തിന് 30 രൂപ കേട്ടോ. അത്രയൊക്കെ വില കുറവ് ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. മറ്റുള്ളവർത്തൊക്കെ പോയി ചിലപ്പോൾ റേറ്റ് കൂടും. അത് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഈ ബോൾസും സാധനങ്ങളൊക്കെ മേടിച്ചു. ബോൾസിന് 12 എണ്ണത്തിന് 50 രൂപ. ആ ചെറിയ ബോളാണ് കേട്ടോ. ഞാൻ റെഡും ഒരു ഗോൾഡൻ കളറും മേടിച്ചു. നല്ല രസമൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 30 രൂപയുടെ സാധനം അത് ഇതായിരുന്നു കേട്ടോ. 30 രൂപ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എടുത്തപ്പോൾ 2 ഉണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട്. വെയിറ്റ് എന്ന് വെച്ചാൽ കാണാൻ കുറച്ച് അത്യാവശ്യം ഉണ്ട്. അതുപോലെ നക്ഷത്രങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രസമായിട്ട് ഇങ്ങനെ പുത്തമ്പള്ളിയുടെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ക്രിസ്മസിൻ്റെ ഒരു വൈബ് ഇവിടേക്ക് വന്നാലാണ് കേട്ടോ ശരിക്കും അറിയുക. നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് വന്നേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിനൊരു കുളിറുമ്മയാണ്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്ത് കണ്ട ചേട്ടാ, ഈ ചേട്ടനല്ല കേട്ടോ, വൈറ്റ് ഷർട്ട് ഇട്ട ചേട്ടാ ഒറ്റ തിരിയല. എന്നെ എന്തോ അത്തച്ചതിർത്തി പോലെ തിരിഞ്ഞു ഗൈസ്. എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണാടമ ക്രിസ്മസ് അപ്പോൾ ഉള്ള ഒരു സംഭവമല്ലേ, അയ്യോ എനിക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് 50 രൂപയാണ്. 50 രൂപയിൽ ഞാൻ മേടിച്ചു സാധനം. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുന്നു. നിങ്ങളും പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബിലോ. ഓക്കെ. എനിക്ക് നല്ല, അപ്പോൾ ഞാൻ കൂടെ നിൽക്കണ ചേട്ടൻ പറയുന്നുണ്ട് നല്ല ഗംഭീരമായിട്ടുണ്ടെന്ന്. ഞാൻ ലാസ്റ്റ് ഇതാ പുത്തമ്പള്ളി കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ശോഭ സിറ്റിയിലേക്കാണ് പോകുന്നത്. ശോഭ സിറ്റിക്ക് അമ്മയ്ക്ക് കുറേ നാളായി KFC തിന്നണം. KFC തിന്നണം. തിന്നണം നമ്മൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളത് വാങ്ങാനായിട്ട് ശോഭ സിറ്റിയിൽ പോവുകയാണ് ഗൈസ്. നമ്മൾ ശോഭ സിറ്റിയിലെത്തി. ബാക്ക് വ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. ബാക്ക് വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ പോപ്കോണിൻ്റെ ഒരു സ്ഥലം ഉണ്ട്. അടിപൊളി പോപ്കോണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഇവിടുത്തെ പോപ്കോൺ. അതിങ്ങനെ ഉപ്പും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടാച്ചായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് തരും. നമുക്ക് കണ്ട മുളക് പൊടി, ഉപ്പ്, പിന്നെ എന്തൊക്കെയോ മസാലയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഈ മുളക് പൊടി ഉപ്പും തന്നെ കണ്ടത് കളർ മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഡെലീഷ്യസ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. 60 രൂപയാണ് കേട്ടോ. 60 രൂപയിലും വെറുതെ നന്നായിട്ടുണ്ട് നമുക്ക് അതിൽ. അത് കണ്ടത് വലിയൊരു ട്രേ. എന്താണ് മരത്തിൻ്റെ അവിടെ കുറേ മാൽബൾബൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ ഞെട്ടരുത്. എന്തോ ഫ്രൈഡ് ചിക്കന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട്. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ. നമ്മൾ KFC സാധനം മേടിച്ച് നമ്മളൊരു കൊമ്പൂച്ചൊക്കെ കുടിച്ച് ഇങ്ങോട്ട് പോകുന്നു. KFC സാധനം മേടിക്കണ 20 മിനിറ്റ് അവിടെ ക്യൂ നിൽക്കണം കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിതാ KFC ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. സമയം എടുക്കും. 20 മിനിറ്റ് കൊടുക്കും. 20 മിനിറ്റ് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി പറയും. അപ്പോൾ ഒരു പീസ് എക്സ്ട്രാ കിട്ടുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ എൻ്റെ മോന്തേ മടിക്ക് വരും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു കുമ്പൂച്ച കുടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞാൻ KFC കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എസ്കലേറ്റർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു വലിയൊരു കാഴ്ച കണ്ടത്. കുറേ നാളായി എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. വേറെ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊരു നല്ല ഷെയ്ഡ് വാങ്ങണമെന്നായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ പോക്കറ്റും കയറി സമാധാനമായി. ഞാനിപ്പോൾ ഈ ചേച്ചി കണ്ട പറക്കുംതളി സിനിമയിൽ ദിലീപ് ചേട്ടാ മറ്റേ ആരോ ഒരുക്കില്ലേ, അതുപോലെയാണ് എന്നാ ചേച്ചി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സുന്ദരാന്ന് വിളിക്കില്ലേ ആ സിനിമയിൽ, അതുപോലെയായിരുന്നു അവസ്ഥ. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബിഗ് ബോസിൽ ശ്വേത ചേച്ചി ഇങ്ങനത്തെ ഈ കമ്പനിയുടെ തന്നെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ചൊരു പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ എടുക്കണേ. ഞാൻ ഒരു പ്രതിമയുടെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണടയ്ക്കാണ്ട്. ഞാൻ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതെന്താ ഞാൻ ഇങ്ങനെ നിൽക്കണേ. ആ ചേച്ചി ലിപ്സ്റ്റിക് ഇട്ട് തന്നെ മയക്കി കളഞ്ഞു. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും, സൂപ്പറാണോ വില കൊടുത്ത് മേടിക്കണം, നല്ല വില കൊടുത്ത് മേടിക്കണമല്ലേ, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ. അവസാനം ഞാനിത് വാങ്ങിയിട്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ടൊക്കെ ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വില പേശുന്നുണ്ട് അവിടെ. അത് വേറെ കാര്യം. നീണ്ട സാധനങ്ങൾ മേടിച്ച് ഞാൻ ഇവിടുന്ന് നീണ്ട ബില്ല് പറയുമെന്ന് എനിക്ക് പേടിയുന്നു. ഈ സാധനങ്ങൾ എടുത്ത് ഇവിടെ ബില്ല് കാണാട്ടോ. അപ്പോൾ ബോധന്നിട്ട് വീഴാം. എല്ലാത്തിനും ഓഫർ ഉണ്ട്. നമ്മളിതാ ശോഭയിൽ നിന്ന് ഇറങ്ങാണ്. എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചു കഴിച്ച് ഞാൻ ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഒക്കെ വാങ്ങി പോവാണ്. നീലേ വർണ്ണങ്ങളിൽ കയ്യിലൊന്നുമില്ല. നമ്മളിതാ ശോഭയിൽ നിന്ന് ഗവൺമെൻറ്റും ബില്ലായിട്ട് വീട്ടിലേക്ക് യാത്രയാണ്. വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ തലക്കടിക്കുന്നു തോന്നുന്നുണ്ട്. ചിലവായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടത്. നമുക്ക് അവിടെ പോയിട്ട് കാണാം ബാക്കി അടി കിട്ടുമോ ഇല്ലെന്നുള്ളത്. ഇവിടെ മോള് ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. KFC നമ്മൾ മേടിച്ചിട്ടുണ്ട് ശാരദ. ലാസ്റ്റ് വീടിന്റെ ആധാരം പണം വെക്കേണ്ട തോന്നുന്നുണ്ട് ഞാൻ. ഈ സാധനം മേടിച്ചാൽ എത്രയെന്ന് അറിയോ ഇതിന്? നല്ല വിലയുണ്ട്. എന്തിനാ അവിടെയൊക്കെ പോണേ അമ്മ? ഈ നന്ദു മേക്കപ്പ് ചെയ്യാൻ സ്വയം പഠിക്കണ്ടേ? വല്ലൊരു പുറത്തേക്കൊക്കെ പോകുമ്പോ വേണ്ടേ? പറ വേണ്ടേ?
പറ ശാരദ പറ. ടെൽ മീ. മാറി നിൽക്കൂ. നമുക്ക് നമ്മുടെ സാധനം പൊളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോ നമ്മളിതാ അമ്മ കഴിച്ചേ. നിങ്ങളൊരു പീസ് എടുത്ത് കഴിക്കാം, എന്നിട്ട് ടേസ്റ്റ് ഒന്ന് പറയും ഗൈസ്. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. സൂപ്പർ. എന്നിട്ട് കടിക്ക്. വാവ് പറ. നന്നായിട്ട് എങ്ങനെ ഇരിക്കുന്നു മറ്റേ ബേഷ്. ബൈ ബൈ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ.